ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നോമ്പ് 27. അപ്പോൾ നമ്മൾ UAE പോവാണ്, ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക്. പറയാതെയാണ് പോകുന്നത്, സർപ്രൈസായിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ കോഴിക്കോട് എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ എമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സായിട്ട് നമ്മൾ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇതാ മോനിവിടെ ഒരു ചെറിയൊരു കപ്പൽ പോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്, അത് നോക്കി ആസ്വദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫ്ലൈറ്റ് കയറാനായിട്ട് പോവാണ്. അപ്പോൾ കുറേ ഫ്ലൈറ്റ് ഇവിടെ ഇങ്ങനെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പോവാത്തതാണ്. ഇപ്പോൾ മോനിത ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിലേക്ക്. അപ്പോൾ നമ്മൾ എയർഹോസ്റ്റസിനോടൊക്കെ ടാറ്റ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ കയറിയപ്പോൾ തന്നെ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവിടെ ഒരു ടാബ് ഉണ്ട്, അതിൽ കാർട്ടൂൺ വെച്ചിടണമെന്ന് പറഞ്ഞിട്ട് അവരത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ടിക്കറ്റ് മുന്നേ എടുക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ എല്ലാം ക്യാൻസലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല റേറ്റും ഉണ്ടായിരുന്നു വരുന്ന ടൈമിന്. അതുകൊണ്ട് നമുക്ക് ബിസിനസ് ക്ലാസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ട് നല്ല സൗകര്യത്തോടെ വരാൻ പറ്റി. അപ്പോൾ മോനിക്കത് അവർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഏതാ വേണ്ടതെന്ന് ചോദിക്കണം. അപ്പോൾ ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതവർ ഇങ്ങനെ ഓരോന്നായിട്ട് കാണിച്ചു കൊടുത്ത് ഇതിലേതാണ് വേണ്ടത്. ആൾക്ക് അവരെ കമ്മ്യൂണിക്കേഷൻ അറിയില്ലെങ്കിലും ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്താണ് അവനെല്ലാം പറയുന്നത്. കണ്ട, അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പൈനാപ്പിളും വാട്ടർമെലോണാ ഉണ്ടായത്. അവന് അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര കണ്ടില്ലേ, ഫുൾ ടൈം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ആവശ്യത്തിന് അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എച്ചി ഏട്ടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവർ ഓടി വരും. എന്താണെന്ന് ചോദിച്ചിട്ട് ഓൻ്റെ ഭാഷയിൽ പറയും. അത് അവരെന്നോട് ചോദിക്കുക എന്താണ്, അത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഫ്ലൈറ്റ് പൊന്താൻ റെഡിയായി നിൽക്കുകയാണ്. മൂവായിട്ടുണ്ട് ചെറുതായിട്ട്, കണ്ട. അപ്പോൾ പുറത്തുള്ള കുറച്ച് കാഴ്ചകളാണ് ഇതെല്ലാം. മോന് ഫസ്റ്റ് ആണെങ്കിലും ആ പൊന്തുന്ന സമയത്ത് എനിക്ക് ഒട്ടും പേടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചെവി അടഞ്ഞെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, കുറേ ഫ്ലൈറ്റ് ഇവിടെ ഇങ്ങനെ പാർക്കിംഗ് ആണ്. അങ്ങനെ പുറത്തെ കുറച്ച് കാഴ്ചകളാണിത്. നല്ല അടിപൊളിയായിരുന്നു. ഇതാ ഇവനുള്ള ഫുഡ് ഐറ്റംസ് വന്നിട്ടുണ്ട്. എന്താ വേണ്ടതെന്ന് വെച്ച് ഒരു ലഞ്ചിൻ്റെ ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗീ റൈസും ദാൽ കറിയാണ് പറഞ്ഞത്. പിന്നെ ചപ്പാത്തി, പൊറോട്ട, പിന്നെ ഒരു ബണ്ണുണ്ടതിന്, തൈര്, പിന്നെ ചെറിയൊരു കറിയും ഉണ്ടായിരുന്നു. ആളിതൊന്നും ഒട്ടും കഴിച്ചിട്ടൊന്നുമില്ല. ജ്യൂസായിരുന്നു ഫുള്ളായിട്ട് കുടിച്ച് വയറ് ഫുള്ളാക്കിയവന്. കുറച്ച് റൈസ് കഴിച്ചിന്, ബാക്കി അതുപോലെ തന്നെ അവരത് കൊണ്ടുപോയി ചെയ്തത്. പിന്നെ ഓർഡർ കൊടുത്തത് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. പക്ഷെ അവർക്ക് വന്നത് ഡെസേർട്ടായിരുന്നു. പക്ഷെ അതവന് അതും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അവനക്കത് ഇഷ്ടമായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇതായിരുന്നു വന്നത്, ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു ഗുലാബ് ജാമുൻ. അതല്ല, ഇതൊക്കെ തിന്നിട്ട് ആൾ നല്ല സുഖമായി ഉറങ്ങുന്നുണ്ട്. നമുക്ക് ഏകദേശം ലാൻഡിങ് ടൈം ആവാറായി. നാട്ടിലെ നോമ്പ് മുറിക്കുന്ന ടൈമായിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് നോമ്പ് മുറിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ എത്തിയപ്പോഴാണ് നോമ്പ് മുറിക്കാൻ നിന്നത്. ഫ്ലൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് നോമ്പ് മുറിക്കേണ്ട കുറച്ച് ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം അബുദാബി എയർപോർട്ട് ലാൻഡിങ് ആയി. ഇതിൻ്റെ താഴെയുള്ള വ്യൂ ആണിത്. ഓരോ ബിൽഡിങ്ങും ചെറുതായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. വണ്ടിയൊക്കെ ഇങ്ങനെ പൊട്ടിയായിട്ടാണ് കാണുന്നത്. അങ്ങനെ ട്രാക്കിലെത്തിയിട്ടുണ്ട്, ലാൻഡിങ് ആയി. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. കുറേ ഫ്ലൈറ്റ് ഇങ്ങനെ നിരയായി നിർത്തിയിട്ട് നിൽക്കുകയാണ്. ഈ ഒരു ഫ്ലൈറ്റിന് നമുക്ക് ഇത്തിഹാദാണ് കിട്ടിയത്. ബാക്കിയൊന്നും ഇപ്പോൾ പോകുന്നില്ല, എല്ലാം സ്റ്റോപ്പായി കാണുമെന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഫ്ലൈറ്റാണ് ഇത്തിഹാദ്. അങ്ങനെ നമ്മൾ അവിടെ ലാൻഡ് ചെയ്ത്
ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഇതാ മോന് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു കുപ്പി വെള്ളം ഫുഡൊക്കെയാണ് നോമ്പ് കുറിക്കാനായിട്ട്. അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തി ലഗേജിന് വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് ലേറ്റായി എൻ്റെ ലഗേജ് വരാൻ. അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ അവിടെ നിന്നൊരു വണ്ടി കയറിയിട്ടാണ് അതിലേക്ക് പോയത്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തി. ഇതാണ് ഒരു ഹസ്ബൻഡ് നിൽക്കുന്ന വില്ല, അറബി വീടാണ്. മൊത്തം ഇവിടെ ഫുള്ള് വില്ലകളാണ്, കണ്ടില്ലേ? ഇതിൻ്റെ സൈഡിലാണ് റൂം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര മോൻ്റെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരൊന്നും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.